സമഗ്ര ശിക്ഷാ ഫണ്ട് കേരളത്തിന് ലഭിക്കുന്നതിനായി ഞാനും ജോൺ ബ്രിട്ടാസും അടക്കമുള്ളവർ കേന്ദ്രമന്ത്രിയുമായി നിരവധി തവണ ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട പണം നേടിയെടുക്കാനാണ്. നാടിന്റെ ആവശ്യത്തിനു വേണ്ടി ഇടപെടൽ നടത്തുമ്പോൾ അതിനെ വളച്ചൊടിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്വമാണ്. RSSനെതിരായ പോരാട്ടത്തിൽ എനിക്കോ ജോൺ ബ്രിട്ടാസിനോ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. BJPക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം തികയ്ക്കുവാൻ സ്വന്തം രാജ്യസഭാ സീറ്റ് രാജിവെച്ച് ഒഴിഞ്ഞുകൊടുത്ത നേതാവാണ് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പാർലമെന്റിൽ നിർണായക വോട്ടെടുപ്പ് നടക്കുമ്പോൾ കല്യാണത്തിന് പോയും മറ്റും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന ലീഗ് MPമാരും ഞങ്ങളെ പഠിപ്പിക്കാൻ വരേണ്ട. കേരളത്തിലെ പാവപ്പെട്ട കുട്ടികൾക്കും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കും ലഭിക്കേണ്ട ഉച്ചക്കഞ്ഞിയും പാഠപുസ്തകങ്ങളും നിശ്ചയിക്കുന്ന കേന്ദ്ര സമീപനത്തിനെതിരെ മിണ്ടാൻ തയ്യാറാകാത്ത UDF MPമാർ നാടിനു വേണ്ടി സംസാരിക്കുന്നവരെ ആക്ഷേപിക്കുവാൻ ശ്രമിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. 2 മലയാളി കേന്ദ്രമന്ത്രിമാർ നമുക്കുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. വലിയ വായിൽ സംസാരിച്ചും സാധാരണക്കാരോട് ധാർഷ്ട്യം കാണിച്ചും കലങ്കുയുദ്ധം നടത്തിയുമൊക്കെയാണ് അവർ സമയം കളയുന്നത്. കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു ചെറുവിരൽ അനക്കുവാൻ ഈ രണ്ടുപേരും തയ്യാറാകുന്നില്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുകയാണ്. സമഗ്ര ശിക്ഷയ്ക്ക് കേരളത്തിന് ന്യായമായ ഫണ്ട് ലഭിക്കുമെന്നാണ് ഇതുവരെ ഞങ്ങൾ ധരിച്ചിരുന്നത്. പക്ഷേ അത് നടക്കാൻ സാധ്യത കുറവാണെന്നാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജ്യസഭയിലുള്ള മറുപടിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഭരണഘടനാപരമായും വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലും കേരളത്തിന് ലഭിക്കേണ്ട ഫണ്ട് അത് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി ജനാധിപത്യ സംവിധാനത്തിലുള്ള എല്ലാ മാർഗങ്ങളും പ്രയോജനപ്പെടുത്തുന്നതാണ്. ജനാധിപത്യ മാർഗത്തിലുള്ള എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, ജനാധിപത്യപരമായി സമരം ചെയ്യുക, കേന്ദ്ര ഗവൺമെന്റിനെതിരായി സമരം ചെയ്യുക. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, വിദ്യാർത്ഥികൾ അവരുടെയൊക്കെ തന്നെ നേതൃത്വത്തിൽ ഡൽഹിയിൽ തന്നെ ഈ ഫണ്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരം നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം ആലോചനയിലാണ്. 2, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കുക. ഇത്രയും നാൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ ഫണ്ട് നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ നേടിയെടുക്കാം എന്നുള്ള വിശ്വാസത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷെ രാജ്യസഭയിലെ മറുപടിയോടുകൂടി ഇനി കേരളത്തിൽ ലഭിക്കേണ്ട ന്യായമായ ഫണ്ട് നൽകാൻ സാധ്യതയില്ല എന്ന് ഏതാണ്ട് ഉറപ്പ് ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് മറ്റു മാർഗങ്ങളെ സംബന്ധിച്ചിടത്തോളം